ഹായ് ആൾ വെൽക്കം ടു ടെക് പി എസ് സി. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിന്റെ തുടർച്ച എന്നുള്ള രീതിയിൽ കണ്ടിന്യൂ ചെയ്യാണ്. ഇപ്പോൾ കൺസ്ട്രക്ഷൻ ഡീറ്റെയിൽസ് ഓഫ് എഞ്ചിൻ പാർട്സ് ആണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിലൂടെ ഉദ്ദേശിക്കുന്നത് കൺസ്ട്രക്ഷൻ ഡീറ്റെയിൽസ് ഓഫ് പിസ്റ്റന്റെ കൺസ്ട്രക്ഷൻ ഡീറ്റെയിൽസ് മൊത്തത്തിൽ എല്ലാ കാര്യങ്ങളും, അതായത് പിസ്റ്റന്റെ ഫങ്ഷൻസ്, പിസ്റ്റന്റെ പാർട്സ്, അതോടൊപ്പം തന്നെ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഒന്നിച്ച് ഈ ഒരൊറ്റ ക്ലാസ്സിലൂടെ പിസ്റ്റൺ കംപ്ലീറ്റ്ലി കവർ ചെയ്യാൻ പോവാണ്. അപ്പോൾ പിസ്റ്റൺ എന്താണ് എന്നുള്ള എല്ലാവർക്കും അറിയാം. അപ്പോൾ പിസ്റ്റണുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, അതിന്റെ ഭാഗങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമുക്ക് ഫസ്റ്റ് നോക്കാനുള്ളത്. സോ സ്റ്റാർട്ട് ചെയ്യാണ്. ഫസ്റ്റ് പിസ്റ്റൺ എന്താണ് ഒരു പിസ്റ്റൺ എന്ന് പറയുന്നത് അല്ലേ? എ പിസ്റ്റൺ ഈസ് എ വൈറ്റൽ കമ്പോണന്റ് ഓഫ് ആൻ ഇന്റേണൽ കമ്പഷൻ എഞ്ചിൻ ദാറ്റ് മൂവ്സ് റെസിപ്രോക്കലി ഇൻസൈഡ് ദ സിലിണ്ടർ ആൻഡ് പെർഫോം സെവറൽ ഇമ്പോർട്ടന്റ് ഫംഗ്ഷൻസ്. പിസ്റ്റൺ എന്ന് പറയുന്നത് നമ്മുടെ ഒരു IC എഞ്ചിനിൽ, ഇന്റേണൽ കമ്പഷൻ എഞ്ചിനിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കമ്പോണന്റ് ആണ്. പിസ്റ്റൺ സിലിണ്ടറിന്റെ അകത്ത് റെസിപ്രോക്കേറ്റീവ് മൂവ്മെന്റ് നടത്തുന്ന കുറെ അധികം ഫങ്ഷൻസ് ചെയ്യുന്ന ഒരു കമ്പോണന്റ് ആണ് എന്ത് പറയുന്നത്, ഈ പിസ്റ്റൺ എന്ന് പറയുന്നത് അല്ലെ? നമുക്ക് ജസ്റ്റ് ഒരു പിസ്റ്റനെ ഒരു ഫിഗർ ഇവിടെ കാണിച്ചിട്ടുണ്ട്. പിസ്റ്റന്റെ ഭാഗങ്ങളാണ് നമ്മൾ ആദ്യം ഒന്ന് നോക്കേണ്ടത് കേട്ടോ. നമുക്ക് പിസ്റ്റന്റെ ഭാഗങ്ങൾ ഫസ്റ്റ് ഒന്ന് നോക്കാം. എന്തൊക്കെയാണ് അതിൽ പിസ്റ്റന്റെ ഭാഗങ്ങളായിട്ട് വരുന്ന കാര്യങ്ങൾ എന്നുള്ളത് നോക്കാം. നമുക്ക് ഫംഗ്ഷൻസ് പറയാനുണ്ട്, അതിന് മുന്നോടിയായിട്ട് തന്നെയാണ് വരുന്നത് കേട്ടോ. സോ ഫസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിസ്റ്റന്റെ ഈ ഏറ്റവും മുകളിൽ വരുന്ന ഭാഗത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ക്രൗൺ അല്ലെങ്കിൽ പിസ്റ്റന്റെ ഹെഡ് എന്ന് പറയുന്നത് അല്ലെ? ഈ ക്രൗണിന്റെ ഭാഗത്ത് തന്നെ ആയിരിക്കും ഇവിടെ കമ്പസ്റ്റൻ നടക്കുന്നുണ്ടാകുക. സോ ഇവിടെ കമ്പസ്റ്റൻ ഏരിയ എന്നുള്ളത് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിസ്റ്റന്റെ ഏറ്റവും മുകൾ ഭാഗത്തെ നമ്മൾ എന്ത് പറയുന്നു, ക്രൗൺ എന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ ഈ ക്രൗണിൽ അല്ലെങ്കിൽ കമ്പസ്റ്റൻ ഏരിയയിൽ വാൾവുകൾ ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ട് ചെറിയ ചില സ്പേസസ് കൊടുത്തിട്ടുണ്ടായിരിക്കും. വാൾവ് എന്ന് തുറക്കുന്ന സമയത്ത് അത് ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ട്. സോ ആ ഭാഗത്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, വാൾവ് റിസസ് എന്ന് പറഞ്ഞു കൊടുത്തിട്ടുള്ളത്. അതെല്ലാ പിസ്റ്റനും ഉണ്ടായിരിക്കില്ല. ചില പിസ്റ്റൻ കമ്പഷൻ ചേമ്പർ, വലിയ കമ്പഷൻ ചേമ്പർ ആണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്താ പറയാ പിസ്റ്റന്റെ സിലിണ്ടറിന്റെ ഹെഡ് ഒരു ഡോം ഷേപ്പ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ എന്തില്ല, അവിടെ ഈ ഒരു റിസസ് കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. സോ ഉള്ളതിൽ ചില പിസ്റ്റൻസിൽ നമുക്കത് കാണാൻ കഴിയും. നെക്സ്റ്റ് നമുക്ക് പിസ്റ്റന്റെ മുകളിൽ ഉള്ള സാധനങ്ങളാണ് പിസ്റ്റൺ റിങ്സ് എന്ന് പറയുന്നത് കേട്ടോ. പിസ്റ്റൺ റിങ്സ് രണ്ട് ടൈപ്പ് റിങ്സ് ആണ് നോർമലി ഉണ്ടാകുക. ഒന്ന് കംപ്രഷൻ റിങ്ങും, രണ്ടാമത്തത് ഓയിൽ റിങ്ങും. കംപ്രഷൻ റിങ് എപ്പോഴും മുകളിലും ഓയിൽ റിങ് എപ്പോഴും താഴെയായിരിക്കും ഉണ്ടായിരിക്കുക. ഈ പിസ്റ്റൺ റിങ്സിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അടുത്ത ക്ലാസ്സിൽ പറയുന്നുണ്ട്. ഏതൊക്കെ ടൈപ്പ് റിംഗ് ആണ്, അതിന്റെ മെറ്റീരിയൽ എന്താണ്, അതിൽ ഓയിൽ റിംഗ് പറഞ്ഞാൽ എന്താണ്, ഓയിൽ റിംഗിന്റെ ഫംഗ്ഷൻ എന്താണ് അല്ലെ, എങ്ങനെയാണ് റിംഗ് അറ്റാച്ച് ചെയ്യേണ്ടത്, റിംഗിന്റെ എൻഡ് ഗ്യാപ്പിനെ കുറിച്ചൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നെക്സ്റ്റ് ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. സോ പിസ്റ്റന്റെ മുകളിൽ പിസ്റ്റൺ റിങ്സ് ഉണ്ടായിരിക്കും എന്ന് പറയാം. പിസ്റ്റൺ റിങ്സിന്റെ ഈ ഒരു ഭാഗത്തെ, ഇതിനിടയിലുള്ള ഈ ഒരു ഭാഗത്തെ പറയുന്ന പേരാണ് റിംഗ് ലാൻഡുകൾ അല്ലെങ്കിൽ പിസ്റ്റൺ ലാൻഡ്സ് എന്നാണ് നമ്മൾ അതിൽ പറയാറുള്ളത്. ഈ ഒരു ഭാഗത്തേക്ക് നമ്മൾ എന്ത് പറയുന്നു, പിസ്റ്റൺ റിങ്സിന്റെ ലാൻഡ്സ് എന്നാണ് പറയുന്നത്. ദെൻ അതിനുശേഷം ഈ റിങ്ങിന്റെ താഴത്തോട്ടുള്ള, പിസ്റ്റന്റെ താഴ്ഭാഗത്തോട്ടുള്ള ഈ ഒരു ഭാഗത്തെ പറയുന്ന പേരാണ് പിസ്റ്റൺ സ്കേർട്ട് എന്ന് പറയുന്നത്. ആ ഭാഗത്തോട്ട് പറയുന്ന പേരാണ് പിസ്റ്റൺ സ്കേർട്ട് എന്നുള്ളത്. പിന്നെ അതിനോടൊപ്പം തന്നെ ഒരു പിസ്റ്റൺ പിൻ ഉണ്ടായിരിക്കും. ഈ പിസ്റ്റൺ പിൻ ബോസ് ഉണ്ടായിരിക്കും. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. പിസ്റ്റൺ പിൻ എന്ന് പറയുന്നത് പിസ്റ്റന്റെ താഴോട്ട് പോകുന്ന കണക്റ്റിംഗ് റോഡിനെ കണക്ട് ചെയ്യുന്നതിന് വേണ്ടി അല്ലെ, കണക്റ്റിംഗ് റോഡിനെയും പിസ്റ്റനെയും തമ്മിൽ കണക്ട് ചെയ്തിരിക്കുന്ന ആരായിരിക്കും, ഈ പിസ്റ്റൺ പിൻ ആയിരിക്കും. പിസ്റ്റൺ പിന്നിന് മറ്റു കുറെ പേരുകളുണ്ട്. ഇത് ഗഡ്ജൻ പിന്ന്, റിസ്റ്റ് പിന്ന് എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ പറയും. ജസ്റ്റ് പിസ്റ്റന്റെ മുകളിലുള്ള ഒരു പിസ്റ്റന്റെ ഇൻഡിവിജ്വൽ ഒരു പിസ്റ്റൺ മാത്രമായിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ഭാഗങ്ങളാണ് നമ്മളിപ്പോൾ ഈ ഒരു എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ. ഇനി നെക്സ്റ്റ് നമുക്ക് ഫംഗ്ഷൻസ് ഓഫ് എ പിസ്റ്റൺ നോക്കാം. പിസ്റ്റന്റെ ഫംഗ്ഷൻസ് നോക്കാം. എന്തൊക്കെയാണ് പിസ്റ്റന്റെ ഫംഗ്ഷൻസിൽ, പിസ്റ്റൺ എന്തിനൊക്കെ വേണ്ടിയിട്ടാണ് കൊടുത്തിരിക്കുന്നത്? മെയിൻലി ഒരു 3 ഫംഗ്ഷൻ ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പറയുന്നത് കേട്ടോ. ഫസ്റ്റ് വൺ എന്താണ്, ട്രാൻസ്മിറ്റ് ദ ഫോഴ്സ് ഓഫ് കമ്പഷൻ ടു ദി ക്രാങ്ക് ഷാഫ്റ്റ് ത്രൂ എ കണക്റ്റിംഗ് റോഡ് അല്ലെ? കമ്പഷൻ നടക്കുന്ന സമയത്ത് അവിടെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഫോഴ്സിനെ എന്ത് ചെയ്യണം, ക്രാങ്ക് ഷാഫ്റ്റിലോട്ട് ട്രാൻസ്മിറ്റ് ചെയ്യണം ത്രൂ കണക്റ്റിംഗ് റോഡിലൂടെ ക്രാങ്ക് ഷാഫ്റ്റിലോട്ട് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന പിസ്റ്റനായിരിക്കും. അത് കമ്പഷൻ നടക്കുന്ന പവർ ഡയറക്റ്റ് ആക്ട് ചെയ്യുന്ന ആരിലായിരിക്കും, പിസ്റ്റണിലായിരിക്കും. പിസ്റ്റൺ എന്ത് ചെയ്യുന്നു, അത് കണക്റ്റിംഗ് റോഡ് ത്രൂ ക്രാങ്ക് ഷാഫ്റ്റിലോട്ട് ട്രാൻസ്മിറ്റ് ചെയ്യുന്നു അല്ലെ? ഫസ്റ്റത്തെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. രണ്ടാമത് ഫോംസ് എ ഗ്യാസ് ടൈറ്റ് സീൽ ടു പ്രിവെന്റ് ഹൈ പ്രഷർ കമ്പസ്റ്റിംഗ് ഗ്യാസസ് ഫ്രം ലീക്കിംഗ് ടു ദി ക്രാങ്ക് കേസ്. നമ്മുടെ സിലിണ്ടറിന്റെ മുകളിൽ സിലിണ്ടറിൽ പിസ്റ്റൺ ഇവിടെ വരച്ചിട്ടുണ്ട്. പിസ്റ്റന്റെ മുകളിൽ ഇവിടെയാണ് നമ്മളെ കമ്പസ്റ്റൻ നടക്കുന്നത്. ഈ കമ്പസ്റ്റൻ നടക്കുന്നത് ഒരു കാരണവശാലും എന്താകാൻ പാടില്ല, ഈ ക്രാങ്ക് കേസിലോട്ട് ലീക്ക് ഔട്ട് ആയി വരാൻ പാടില്ല. ഇല്ലല്ലോ, ക്രാങ്ക് കേസിലോട്ട് ലീക്കായി വരാൻ പാടില്ല. അപ്പൊ ക്രാങ്ക് കേസിൽ ലീക്കിങ് തടയുന്നതിന് വേണ്ടിയിട്ട്, ക്രാങ്ക് കേസിലോട്ടുള്ള ലീക്കിങ് തടയുന്നതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ആ തടയുന്ന ഒരു ക്രാങ്ക് കേസിലോട്ടുള്ള കമ്പസ്റ്റിന്റെ പ്രഷർ ലീക്ക് ആവുന്നത് തടയാൻ വേണ്ടിയിട്ട് ഒരു എയർ ടൈറ്റ് ജോയിന്റ് കൂടി എന്തിലുണ്ടാക്കുന്നു, ഈ ഒരു പിസ്റ്റണിന്റെ ഫംഗ്ഷനിൽ പെട്ടതാണ്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്, പിസ്റ്റൺ റിങ്സ് എന്നുള്ള സംഭവം കൊടുക്കുന്നത് അല്ലെ?
അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പിസ്റ്റൺ റിങ്സ് കൊടുക്കുന്നത്. സോ ഇതിലൂടെ ടൈറ്റ് ആയിട്ട് ഗ്യാസ് ടൈറ്റ് ആയിട്ട് നിൽക്കണം, അവിടെ ഒരിക്കലും ലീക്ക് ആകാൻ പാടില്ല. ഇങ്ങനെ ലീക്ക് ആവുന്നതിന് പറഞ്ഞ പേരാണ് നമ്മൾ എന്ത് പറയുന്നത്, ബ്ലോ ബൈ ഗ്യാസസ് എന്ന് പറയുന്നത് കേട്ടോ. ഞാൻ എവിടെയൊക്കെ പറഞ്ഞിട്ടുണ്ട് തോന്നുന്നതിന് മുന്നേ ക്ലാസ് എടുത്തപ്പോൾ ജസ്റ്റ് എങ്കിലും ഒന്നുകൂടി പറയുകയാണ് ബ്ലോ ബൈ ഗ്യാസസ് എന്ന് പറയുന്നത്. സോ ഫോംസ് എ ഗ്യാസ് ടൈറ്റ് സീൽ ടു പ്രിവെന്റ് ഹൈ പ്രഷർ കമ്പസ്റ്റൻ ഗ്യാസസ് ഫ്രം ലീക്കിംഗ് ടു ദി ക്രാങ്കേസിലോട്ട് ലീക്ക് ആവുന്നത് തടയുന്നതിന് വേണ്ടിയിട്ടാണ്. സോ മൂന്നാമത്തെ എന്ന് പറഞ്ഞാൽ ആക്ട് ആസ് എ ഗൈഡ് ആൻഡ് ബിയറിംഗ് ഫോർ എ സ്മാൾ എൻഡ് ഓഫ് ദി കണക്ടിംഗ് റോഡ്. ആക്ട് ആസ് എ ഗൈഡ് ആൻഡ് ബിയറിംഗ് ഫോർ എ സ്മാൾ എൻഡ് ഓഫ് ദി കണക്ടിംഗ് റോഡ്. ഈ കണക്ടിംഗ് റോഡിന്റെ സ്മാൾ എൻഡ് പിസ്റ്റന്റെ പിന്നിലോട്ട് കണിപ്പിച്ചിട്ടുണ്ടായിരിക്കുമല്ലോ, അവിടെ നമുക്കൊരു ഗൈഡ് അല്ലെങ്കിൽ ഒരു ബിയറിംഗ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് പിസ്റ്റൻ പിൻ ബോസ് കാര്യങ്ങളൊക്കെ നമ്മൾ പറയാൻ പോകുന്നുണ്ട്, ഓരോ ഭാഗങ്ങൾ അതിൽ വരുന്നതാണ്. അപ്പോൾ അത് കൊടുക്കുന്നതും ആരായിരിക്കും, ഈ പിസ്റ്റൻ ആയിരിക്കും. പിസ്റ്റന്റെ ഫംഗ്ഷനിൽ ഉൾപ്പെടുന്ന കാര്യങ്ങളിൽ പെട്ടതാണ്. ക്ലിയർ ആണല്ലോ. നമ്മളിപ്പോൾ 3 പിസ്റ്റന്റെ ഫംഗ്ഷൻസ് ആണ് മെയിൻ ആയിട്ട് പറഞ്ഞത്. ഇനി നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് ഡിസൈറബിൾ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ഗുഡ് പിസ്റ്റൺ. ഒരു ഗുഡ് പിസ്റ്റൺ ഉണ്ടായിരിക്കേണ്ട പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് നമ്മൾ പറയുന്നത് കേട്ടോ. സിമ്പിൾ ആയിട്ട് ജസ്റ്റ് ഓരോ കാര്യങ്ങളും ഓരോ പോയിന്റ് ആയിട്ട് നോക്കാം. എന്താണ് ഒരു പിസ്റ്റൺ ഉണ്ടായിരുന്നത്? ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ ഷുഡ് ഓപ്പറേറ്റ് സൈലന്റ്ലി ഡ്യൂറിങ് കോൾഡ് സ്റ്റാർട്ട് ആൻഡ് നോർമൽ റണ്ണിങ്ങിലോ കോൾഡ് സ്റ്റാർട്ടിലോ വർക്ക് ചെയ്യുന്ന സമയത്തൊക്കെ ഇതെന്തായിരിക്കണം, ഷുഡ് ഓപ്പറേറ്റ് സൈലന്റ്ലി, അല്ലെ? വളരെ സൈലന്റ് ആയിട്ടുള്ള ഓപ്പറേഷൻ ആയിരിക്കണം വേണ്ടത്. അതായത് ഇത് കാരണം നമുക്ക് എന്ത് ചെയ്യരുത്, വലിയ രീതിയിൽ ഒരു ശബ്ദമൊന്നും എന്ത് ചെയ്യരുത് ഈ എഞ്ചിൻ വർക്ക് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകരുത്. കാരണം നമുക്ക് ഇതിന്റെ എഞ്ചിന്റെ സൗണ്ട് മാക്സിമം മിനിമൈസ് ചെയ്യുക എന്നുള്ളതാണ് ലക്ഷ്യം. സോ വലിയ രീതിയിൽ ശബ്ദം ഉണ്ടാകരുത് എന്നുള്ള കാര്യമാണ് അതിൽ പറയുന്നത്. ദെൻ നെക്സ്റ്റ് രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് മസ്റ്റ് ബി ഡിസൈൻഡ് ടു പ്രിവെന്റ് സീസർ. അതായത് സീസായി നിൽക്കുന്നത് പ്രിവെന്റ് ചെയ്യുന്ന രീതിയിലായിരിക്കണം അത് ഡിസൈൻ ചെയ്തിട്ടുണ്ടായിരിക്കേണ്ടത്, പിസ്റ്റം ഡിസൈൻ ചെയ്തിട്ടുണ്ടായിരിക്കേണ്ടത് എന്നുള്ളതാണ് പറയുന്നത്. അടുത്തത് ഷുഡ് റെസിസ്റ്റ് കൊറോഷൻ കോസ്ഡ് ബൈ ദി കമ്പസ്റ്റൻ പ്രൊഡക്റ്റ് സച്ച് ആസ് സൾഫർ ഡയോക്സൈഡ്. എന്താ ഷുഡ് റെസിസ്റ്റ് കൊറോഷൻ റെസിസ്റ്റന്റ്. ഇതിന്റെ ഉള്ളിൽ കമ്പസ്റ്റൻ നടക്കുന്ന സമയത്ത് പല കെമിക്കൽസ് ഉണ്ടാവും, അല്ലെ? അതായത് കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്, കാർബൺ മോണോക്സൈഡ് ഉണ്ട്, സൾഫർ ഓക്സൈഡ്സ് ഉണ്ട്, ഓക്സൈഡ്സ് ഓഫ് നൈട്രജൻ ഉണ്ട്, ഇങ്ങനെ പല കെമിക്കൽ പ്രൊഡക്ട്സ് ഉണ്ടാകുന്നുണ്ട്. അപ്പൊ ഈ ഒരു പ്രൊഡക്ട്സ് ഒന്നും നമ്മളുടെ ഈ ഒരു പിസ്റ്റനായിട്ട് ലയിച്ചിട്ടോ അല്ലെങ്കിൽ പിസ്റ്റനുമായിട്ട് കണക്ട് ചെയ്തിട്ട് അതിന്റെ മെറ്റീരിയലായിട്ട് കണക്ട് ചെയ്തിട്ട് ഒന്നിനോടെ ഒരു തുരുമ്പ് പിടിക്കുന്ന ഒരു അവസ്ഥ അല്ലെങ്കിൽ കൊറോഷൻ വരുന്ന ഒരു അവസ്ഥ കാര്യങ്ങളോ അല്ലെങ്കിൽ സൾഫർ ഡയോക്സൈഡ് എല്ലാം പോലുള്ള കെമിക്കൽസോ ഒരിക്കലും ഉണ്ടാക്കാൻ പാടുള്ളതല്ല. അതിനൊക്കെ എതിർക്കാനുള്ള കഴിവ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് പറയുന്നത്. Then must have minimum length to reduce overall engine size. എഞ്ചിൻ സൈസ് റെഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള മിനിമം ലെങ്ത്തിലെ അതിന് ഉണ്ടായിരിക്കണം. then അടുത്തത് ഷുഡ് ബി ലൈറ്റ് ഇൻ വെയിറ്റ് ടു റെഡ്യൂസ് ഇനേർഷ്യ ഫോഴ്സസ് ഡ്യൂ ടു റെസിപ്രോക്കേറ്റീവ് മോഷൻ. അതായത് പിസ്റ്റന് ലൈറ്റ് ഇൻ വെയിറ്റ് ആയിരിക്കണം. ലൈറ്റ് ഇൻ വെയിറ്റ് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് മെറ്റീരിയൽസ് എടുക്കുന്ന സമയത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്, ഞാൻ ഈ ക്ലാസ്സിൽ തന്നെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഷുഡ് ബി ലൈറ്റ് ഇൻ വെയിറ്റ്, പിസ്റ്റൻ എന്തായിരിക്കണം, ലൈറ്റ് വെയിറ്റ് ആയിരിക്കണം. അത് ലൈറ്റ് വെയിറ്റ് ആയിട്ടില്ലെങ്കിൽ എന്താ പ്രശ്നം, ഇത് ഈ സിലിണ്ടറിന്റെ അകത്ത് വളരെ ഫാസ്റ്റ് ആയിട്ട് റെസിപ്രോക്കേറ്റീവ് മോഷൻ മുകളിലോട്ടും താഴോട്ടും ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അല്ലെ? TDC to BDC, BDC to TDC, ഇത് കണ്ടിന്യൂസ്ലി മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ഒരു ഇനേർഷ്യ ഫോഴ്സസ് ഉണ്ടാവും. ആ ഇനേർഷ്യ ഫോഴ്സസ് മാക്സിമം റെഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവിടെ എന്ത് ചെയ്യണം, നമ്മൾ ഇതിന്റെ വെയിറ്റ് വളരെ മാക്സിമം ആയിട്ടായിരിക്കണം നിർമ്മിക്കേണ്ടത്. നെക്സ്റ്റ് പോയിന്റ് നോക്കാം. മെറ്റീരിയൽ ഷുഡ് ഹാവ് ഹൈ തെർമൽ കണ്ടക്ടിവിറ്റി ഫോർ എഫക്റ്റീവ് ഹീറ്റ് ട്രാൻസ്ഫർ ആൻഡ് അലൗസ് ഹയർ കംപ്രഷൻ റേഷ്യോസ് വിത്തൗട്ട് ഡിറ്റോണേഷൻ. മെറ്റീരിയൽസിന് എഫക്റ്റീവ് ആയിട്ടുള്ള ഹീറ്റ് ട്രാൻസ്ഫർ കിട്ടുന്നതിന് വേണ്ടിയിട്ട്, അതായത് പിസ്റ്റൺ ഉണ്ടാക്കുന്ന മെറ്റീരിയലിൽ എഫക്റ്റീവ് ഹീറ്റ് ട്രാൻസ്ഫർ കിട്ടുന്നതിന് വേണ്ടിയിട്ട് അവിടെ എന്തായിരിക്കണം, മെറ്റീരിയൽ ഷുഡ് ഹാവ് ഹൈ തെർമൽ കണ്ടക്ടിവിറ്റി എന്നാണ് പറയുന്നത്. ദെൻ നെക്സ്റ്റ് ഷുഡ് പോസസ് ലോങ് സർവീസ് ലൈഫ് ആൻഡ് ഡ്യൂറബിലിറ്റി, അല്ലെ? അതിന് ലൈഫ് കൂടുതലായിരിക്കണം, നമുക്ക് എന്ത് ചെയ്യണം, സർവീസ് ലൈഫ് കൂടുതലായിരിക്കണം, അതേപോലെ തന്നെ ഡ്യൂറബിൾ ആയിരിക്കണം എന്നുള്ളതാണ്. കൂടുതൽ കാലം നിൽക്കണം. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് എഞ്ചിൻ അഴിച്ചിട്ട് പിസ്റ്റൺ ക്ലീൻ ചെയ്യേണ്ടേ, അല്ലെങ്കിൽ പിസ്റ്റൺ സർവീസ് ചെയ്യേണ്ടേ, അല്ലെങ്കിൽ പിസ്റ്റൺ ചേഞ്ച് ചെയ്യേണ്ടേ, അല്ലെ? കംപ്ലൈന്റ് വരുന്ന സമയത്ത് ചേഞ്ച് ചെയ്യേണ്ട ഒരു അവസ്ഥ ഉണ്ടാകാൻ പാടില്ല. സോ ഇതാണ് ഡിസൈറബിൾ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ഗുഡ് പിസ്റ്റൺ എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ കൺസ്ട്രക്ഷൻ ഡീറ്റെയിൽസിലോട്ട് പോവുകയാണ്. ഇനി നമുക്ക് ഓരോ കൺസ്ട്രക്ഷൻ ഡീറ്റെയിൽസിൽ ഓരോ കാര്യങ്ങളായിട്ട് പറയാം. ഇപ്പൊ നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്, അതിൽ ഓരോ പോയിന്റ് ആക്കിയിട്ട് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ടോപ്പ് ഓഫ് ദി പിസ്റ്റൺ ഈസ് കാൾഡ് ക്രൗൺ ഓർ ഹെഡ്, അല്ലെ? നമ്മൾ ആദ്യം പറഞ്ഞു ഈ പിസ്റ്റന്റെ മുകൾ ഭാഗത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ക്രൗൺ അല്ലെങ്കിൽ ഹെഡ് എന്നുള്ള ഭാഗം പറയുന്നത്. ഒന്നെങ്കിൽ ക്രൗൺ എന്ന് പറയാം അല്ലെങ്കിൽ ഹെഡ് എന്ന് പറയാം.
ഇനി ആ ക്രൗൺ ഹെഡുമായി ബന്ധപ്പെട്ട് കുറച്ച് പോയിന്റ്സ് നമുക്ക് നോക്കാം. ഫ്ലാറ്റ് ഹെഡ് പിസ്റ്റൺസ് ആർ യൂസ്ഡ് ഇൻ ലോ കോസ്റ്റ് ലോ പെർഫോമൻസ് എഞ്ചിൻസ്. ലോ കോസ്റ്റ് ലോ പെർഫോമൻസ് എഞ്ചിൻസിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഫ്ലാറ്റ് പിസ്റ്റൺ എഞ്ചിൻസ് ആണ് നോർമലി ഉപയോഗിക്കുന്നത്. കുറേ ടൈപ്പ് പിസ്റ്റൺസ് ഉണ്ട് കേട്ടോ. അതായത് ഡോം വരുന്നത്, ഡിഫ്ലക്ടർ വരുന്നത്, ഡിഷ് വരുന്നത് നമ്മൾ പറയും, ഈ ക്ലാസ് തന്നെ പറയും കേട്ടോ. ദെൻ രണ്ടാമത്തെ എന്ന് പറയുന്നത് വാൾവ് റിലീവ്സ് ആർ പ്രൊവൈഡഡ് വെൻ പിസ്റ്റൺ കംസ് ടു ക്ലോസ് ടു ദി വാൾവ്സ്. വാൾവിനോട് അടുത്ത് പിസ്റ്റൺ വരുന്ന സമയത്ത്, അതായത് പിസ്റ്റൺ TDCയിലാവുന്ന സമയത്ത് വാൾവിന് പ്രോപ്പറായിട്ട് സീറ്റിങ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് അവിടെ വാൾവ് റിലീവ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും അല്ലേ. അതാണ് ഈ വാൾവ് റിസസ് എന്ന് പറഞ്ഞിട്ട് ഈ വാൾവിൻ്റെ ഉണ്ട്. ഇത് ഇപ്പോൾ ചെരിഞ്ഞു കൊടുക്കുന്ന ഒരു വാൾവ് ആയതുകൊണ്ടാണ് അത് കറക്റ്റായിട്ട് ഇങ്ങനെ നിൽക്കുന്നതിന് വേണ്ടിയിട്ടാണ് അല്ലേ. ഇങ്ങനെ ഒരു വാൾവ് നിൽക്കുന്നതിന് വേണ്ടിയിട്ടാണ് അത് എന്ത് ചെയ്തിട്ടുള്ളത്, അങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളത്, അതിൻ്റെ ഡിസൈൻ അങ്ങനെ ചെയ്ത് വെച്ചിട്ടുള്ളത്. ദെൻ ഡോംഡ് പിസ്റ്റൺസ് ആർ യൂസ്ഡ് ഇൻ ഹൈ പവർ എഞ്ചിൻസ് ആൻഡ് ഇൻക്രീസ് കംപ്രഷൻ റേഷ്യോ ആൻഡ് കൺട്രോൾ കമ്പസ്റ്റൻ. ഡോംഡ് പിസ്റ്റൺസ്, ഡോം ഷേപ്പിലുള്ള പിസ്റ്റൺസ്. ഡോം ഷേപ്പിലുള്ള പിസ്റ്റൺസ് പറയുമ്പോൾ പിസ്റ്റന്റെ ഹെഡ് ഒരു ഡോം ആകൃതിയിലുള്ളത് അല്ലേ, ഫ്ലാറ്റ് അല്ല, ഡോം ആകൃതിയിലുള്ളത്. ഇങ്ങനെയുള്ള പിസ്റ്റൺസിനെ നമ്മൾ ഹൈ പവർ എഞ്ചിൻസിലാണ് ഉപയോഗിക്കുന്നത് ടു ഇൻക്രീസ് കംപ്രഷൻ റേഷ്യോ ആൻഡ് കൺട്രോൾ കമ്പസ്റ്റൻ അല്ലേ. കംപ്രഷൻ റേഷ്യോ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കറിയാം നമ്മുടെ ഈ ക്ലിയറൻസ് വോളിയം കാര്യങ്ങൾ എന്ത് ചെയ്യാണ്, ഇങ്ങനെ ഡോം പിസ്റ്റൺ കൊടുക്കുന്ന സമയത്ത് കുറയാണ്. സോ കംപ്രഷൻ റേഷ്യോ നോർമലി ഇൻക്രീസ് ആവും. സോഫ്റ്റ് വോളിയത്തിന് ഇത്രയും ചെറിയൊരു വോളിയത്തിലോട്ടാണ്, ക്ലിയറൻസ് വോളിയത്തിലോട്ടാണ് ഇത് കംപ്രസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അത് അവിടെ എന്തായാലും കംപ്രഷൻ റേഷ്യോ എന്തായിട്ടുണ്ടാവും, ഇൻക്രീസ് ആവും. സോ ഡോം പിസ്റ്റൺസ് ആർ യൂസ്ഡ് ഇൻ ഹൈ പവർ എഞ്ചിൻസ്. ഹൈ പവർ എഞ്ചിൻസിലാണ് ഡോംഡ് പിസ്റ്റൺസ് നോർമലി യൂസ് ചെയ്യുന്നത്. Then next one, dished pistons help form the desired combustion chamber shape along with the cylinder head അല്ലേ. ഡിഷ്ഡ് പിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ ഇതിന് നേരെ ഓപ്പോസിറ്റ് ആയില്ല, ഡോം അല്ല, ഇങ്ങനെ കൊഴിഞ്ഞു വരുന്നത് അല്ലേ. അപ്പോൾ ഡിഷ്ഡ് പിസ്റ്റൺ ഹെൽപ്സ് ടു ഡിസൈഡ് കമ്പസ്റ്റൻ ചേംബർ. അവിടെ നമുക്ക് ആവശ്യമായിട്ടുള്ള രീതിയിലുള്ള കമ്പസ്റ്റൻ ചേംബർ ക്രിയേറ്റ് ചെയ്യാനും ഷേപ്പ് അലോങ് ദി സിലിണ്ടർ ഹെഡ്. സിലിണ്ടർ ഹെഡിനോട് കൂടി തന്നെ കമ്പസ്റ്റൻ ചേംബർ, നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഷേപ്പിലുള്ള കമ്പസ്റ്റൻ ചേംബർ ക്രിയേറ്റ് ചെയ്യാനൊക്കെ ഡിഷ് പിസ്റ്റന് ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ള പറയുന്നത്. Then next, pistons forming part of the combustion chamber allow accurate compression ratio control but require greater heat dissipation through the piston and piston rings. എന്താ പറഞ്ഞിട്ടുള്ളത്, പിസ്റ്റൻസ് ഫോമിങ് എ കമ്പസ്റ്റൻ ചേംബർ ടു അലോ അക്യുറേറ്റ് കംപ്രഷൻ റേഷ്യോ ആൻഡ് റിക്വയർ ഗ്രേറ്റർ ഹീറ്റ് ഡിസിപ്പേഷൻ ത്രൂ ദി പിസ്റ്റൺ ആൻഡ് പിസ്റ്റൺ റിങ്സ് അല്ലെ. പിസ്റ്റൺ റിങ്സിലൂടെയും ഹീറ്റ് ഡിസിപ്പേഷൻ കാര്യങ്ങളൊക്കെയാണ് അതുമായി ബന്ധപ്പെട്ട പോയിന്റാണ് പറയുന്നത്. കമ്പസ്റ്റൻ ചേംബർ ഒക്കെ ക്രിയേറ്റ് ആവുന്നത്, കമ്പസ്റ്റൻ ചേംബർ ഒക്കെ പിസ്റ്റന്റെ മുകളിലാണ്. ഇപ്പോൾ നമ്മുടെ ഡോം പിസ്റ്റൻ ആണെങ്കിലും ഡിഷ് പിസ്റ്റൻ ആണെങ്കിലും ഫ്ലാറ്റ് പിസ്റ്റൻ ആണെങ്കിലൊക്കെ അതിന്റെ കമ്പസ്റ്റൻ ഏരിയ അല്ലെങ്കിൽ കമ്പസ്റ്റൻ ചേംബർ അവിടെ നടക്കുന്ന ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഡിറ്റനേഷൻ, നോക്കിംഗ് ഒക്കെ ആ ഒരു ഈ പിസ്റ്റന്റെ ഈ ഹെഡിന്റെ അല്ലെങ്കിൽ ഈ ക്രൗണിന്റെ ഷേപ്പുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടായിരിക്കും ഉണ്ടായിരിക്കുക. ക്ലിയർ ആണല്ലോ. അപ്പൊ നമ്മൾ പറഞ്ഞത് ഹെഡ് അല്ലെങ്കിൽ ക്രൗൺ എന്നുള്ള ഭാഗമായി ബന്ധപ്പെട്ടിട്ടാണ് കേട്ടോ. ദെൻ നെക്സ്റ്റ് അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് അടുത്തൊരു പോയിന്റ്, അതിന്റെ പിസ്റ്റന്റെ കൺസ്ട്രക്ഷൻ ഡീറ്റെയിൽസ് അടുത്തൊരു പോയിന്റ് ആണ്. റിംഗ് ഗ്രൂവ്സ് ആർ കട്ട് നിയർ ദ ടോപ്പ് ഓഫ് ഹൗസ് ഓഫ് ദി പിസ്റ്റൺ റിങ്സ് അല്ലെ. പിസ്റ്റൺ റിങ്സിനുള്ള ഗ്രൂവ്സ് കട്ട് ചെയ്യുന്നത് ഈ ഹെഡ് ക്രൗണിന് നിയർ ആയിട്ടില്ല, ടോപ്പ് നിയർ ആയിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, പിസ്റ്റൺ റിങ്സിലെ ഗ്രൂവ്സ് കട്ട് ചെയ്യുന്നത്. ഇനി ഗ്രൂവ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കാം. ഗ്രൂവ്സ് ആർ ഡിസൈൻഡ് വിത്ത് സ്ലൈറ്റ് വെർട്ടിക്കൽ അപ്ലിഫ്റ്റ് ടു കോമ്പൻസേറ്റ് തെർമൽ എക്സ്പാൻഷൻ അല്ലെ. ഗ്രൂവ്സ് ആർ ഡിസൈൻഡ് വിത്ത് സ്ലൈറ്റ് വെർട്ടിക്കൽ അപ്ലിഫ്റ്റ് ടു കോമ്പൻസേറ്റ് തെർമൽ എക്സ്പാൻഷൻ. തെർമൽ എക്സ്പാൻഷൻ കോമ്പൻസേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സ്ലൈറ്റ് ആയിട്ടുള്ള ഒരു വെർട്ടിക്കൽ അപ്ലിഫ്റ്റിലായിരിക്കും എന്ത് ചെയ്യുന്നത്, ഗ്രൂവ്സ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കുക. ദെൻ സ്മൂത്ത് ഗ്രൂവ് സർഫസ് എൻഷുർ ഗുഡ് റിംഗ് സീലിംഗ് ആൻഡ് പ്രിവെന്റ് മൈക്രോ വെൽഡിങ്. സ്മൂത്ത് ഗ്രൂവ് സർഫസ് ആണെന്നുണ്ടെങ്കിൽ അവിടെ ഗുഡ് റിംഗ് സീലിംഗും അതേപോലെ തന്നെ നമുക്ക് മൈക്രോ വെൽഡിങ് കാര്യങ്ങളൊക്കെ പ്രിവെന്റ് ചെയ്യാനും കഴിയും. ദെൻ റൗണ്ടഡ് കോർണേഴ്സ് പ്രിവെന്റ് ഫാറ്റിഗ് ക്രാക്സ് ആൻഡ് റിംഗ് ലാൻഡ് ബ്രേക്കേജ്. ഇപ്പൊ നമ്മൾ ഈ പിസ്റ്റൺ റിംഗ്സിന് വേണ്ടിയിട്ടുള്ള ഗ്രൂവ്സ് കാര്യങ്ങൾ കട്ട് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞത് അല്ലേ. റൗണ്ടഡ് കോർണേഴ്സ്, ഈ കോർണേഴ്സ് റൗണ്ട് ആക്കി വെക്കുന്നത് ഈ ഫാറ്റിക് ക്രാക്സിനെ പ്രിവെന്റ് ചെയ്യുന്നതിനും റിംഗിന്റെ ലാൻഡുകളെ പറയുമ്പോൾ ജസ്റ്റ് ഇതൊരു റിംഗിന്റെ ലാൻഡ്, അടുത്ത റിംഗിന്റെ ലാൻഡ്, ഇങ്ങനെ അല്ലേ, ഇതൊക്കെ ലാൻഡുകളാണ്. ഇതൊരു ലാൻഡാണ്. ഈ ലാൻഡുകൾ ബ്രേക്ക് ആവുന്നതൊക്കെ തടയുന്നതിന് വേണ്ടിയിട്ടൊക്കെ ഈ കോർണേഴ്സ് റൗണ്ട് ചെയ്യുന്നത് കാരണം നമുക്ക് ഹെൽപ്ഫുൾ ആവും. ഓക്കെ, ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ് അടുത്തൊരു പോയിന്റിലോട്ട് പോവാണ്. ദ മെറ്റീരിയൽസ് ബിറ്റ്വീൻ ദി ഗ്രൂവ്സ് ആർ കാൾഡ് ലാൻഡ്സ് അല്ലെ. അതായത് രണ്ട് ഗ്രൂവുകൾ ഉണ്ടെങ്കിൽ, ഇപ്പൊ ഇത് ജസ്റ്റ് ഒരു ഗ്രൂവ് ആണ്, പിസ്റ്റന്റെ ഹെഡ് എന്ന് വന്നു, ഇത് അടുത്തൊരു ഗ്രൂവ് ആണ്, ദെൻ നെക്സ്റ്റ് മൂന്നാമതൊരു ഗ്രൂവ് ആണ് അല്ലെ. ഇതൊക്കെ ഗ്രൂവ്സ് ആണ്. ഇപ്പൊ ഈ ഗ്രൂവ്സുകൾക്ക് ഇടയിലുള്ള അപ്പൊ ഇത് ഗ്രൂവ് ആണ്, ഇത് ഗ്രൂവ് ആണ്, ഇത് ഗ്രൂവ് ആണ്. ഈ ഗ്രൂവ്സുകൾക്ക് ഇടയിലുള്ള ഈ ഒരു ഭാഗത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പിസ്റ്റൺ ലാൻഡ്സ് എന്ന് പറയുന്നത് അല്ലെ. ഗ്രൂവ്സുകൾ, ദ മെറ്റീരിയൽസ് ബിറ്റ്വീൻ ദി
ഗ്രൂസ് ഈസ് കാൾഡ് ലാൻഡ്സ് എന്ന് പറയുന്നത്. ലാൻഡ്സ് ഗ്രൂസുകൾക്കിടയിലെ ഈ ഗ്രൂസുകൾക്കിടയിലുള്ള ഭാഗങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ലാൻഡ് എന്ന് പറയുന്നത്. ലാൻഡ് സപ്പോർട്ട് പിസ്റ്റൺ റിങ്സ് ആൻഡ് ഗൈഡ് ദെയർ റേഡിയൽ മൂവ്മെന്റ്. ലാൻഡ്സ് ആണ് എന്ത് ചെയ്യുന്നത്, പിസ്റ്റൺ റിങ്സിനെ സപ്പോർട്ട് ചെയ്യുന്നത് അല്ലെ. പിസ്റ്റൺ റിങ് ഇതിൽ കറക്റ്റ് നിൽക്കുമ്പോൾ സീറ്റിംഗ് ആണല്ലോ ഈ രണ്ട് സൈഡിൽ നിന്ന്. ഇവിടെ ആയിരിക്കും റിംഗ് ഉണ്ടായിരിക്കുക. അപ്പോൾ ജസ്റ്റ് റിംഗ് വരക്കുകയാണെങ്കിൽ ഇങ്ങനെ റിങ്ങിന്റെ ക്രോസ് സെക്ഷൻ ആയിട്ട് വരക്കുകയാണെങ്കിൽ ഇങ്ങനെ ആയിരിക്കും റിംഗ് ഉണ്ടായിരിക്കുക. സോ ആ റിങ്ങിനെ റേഡിയൽ മൂവ്മെന്റ് ഒക്കെ ഗൈഡ് ചെയ്യുന്നതൊക്കെ അല്ലെ, ഗൈഡ് ചെയ്യുന്നതൊക്കെ ലാൻഡ്സ് ആയിരിക്കും. ഇന്റേണൽ വെബ് ട്രാൻസ്ഫർ കമ്പസ്റ്റൻ ഫോഴ്സസ് ഫ്രം ക്രൗൺ ടു പിസ്റ്റൺ പിൻ ബോസ് ആൻഡ് റെഡ്യൂസ് ലോഡ് ഓൺ റിംഗ് ഗ്രൂവ്സ്. അപ്പോൾ ഇന്റേണൽ വെബ് ട്രാൻസ്ഫർ കമ്പസ്റ്റൻ ഫോഴ്സസ്, ഇതിലുള്ള ഇന്റേണലിൽ ഉണ്ടാവുന്ന കമ്പസ്റ്റൻ ഫോഴ്സസും കാര്യങ്ങളും അല്ലെ, അത് ഈ ക്രൗണിലൂടെ അതേപോലെ പിസ്റ്റൺ പിന്നിലൂടെ റിംഗ് ഗ്രൂവ്സിലൂടെ ഒക്കെ എന്ത് പാസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഈ ട്രാൻസ്ഫറും കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നത്. നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് സ്കേർട്ടിനെ കുറിച്ചാണ് അല്ലെ. ദ ലോവർ പോർഷൻ ഓഫ് ദി പിസ്റ്റൺ ഈസ് കാൾഡ് സ്കേർട്ട്. ഈ ഭാഗത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പിസ്റ്റൺ സ്കേർട്ട് എന്ന് പറയുന്നത്. ആ ഭാഗത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പിസ്റ്റൺ സ്കേർട്ട്. നമ്മുടെ ഓയിൽ റിംഗ് കഴിഞ്ഞിട്ട് അതിന്റെ താഴത്തോട്ടുള്ള ഭാഗത്തെയാണ് നമ്മൾ പിസ്റ്റൺ സ്കേർട്ട് എന്ന് പറയുന്നത്. ഗൈഡ്സ് ദ പിസ്റ്റൺ ആൻഡ് അബ്സോർബ് സൈഡ് ത്രസ്റ്റ് ഡ്യൂ ടു ദി കണക്ടിംഗ് റോഡ് ആംഗുലാരിറ്റി. അതായത് ഈ പിസ്റ്റനെ മുകളിലോട്ടും താഴോട്ടും റെസിപ്രോക്കേറ്റ് ചെയ്യുന്ന സമയത്ത് ഗൈഡ് ചെയ്യുന്നതും അതോടൊപ്പം തന്നെ ഈ സൈഡ് ത്രസ്റ്റ്, ഇതിലെ കണക്ടിംഗ് റോഡ് അല്ല, കണക്ടിംഗ് റോഡിന്റെ മൂവ്മെന്റ് നമുക്കറിയാം. ഇങ്ങനെ ഇങ്ങോട്ട് പോയിട്ട് ഇങ്ങനെ ഇങ്ങോട്ട് പോകും, ഇങ്ങനെ ആയിരിക്കും പോലെ ഇവിടെ. കാരണം ഇവിടെ ക്രാങ്ക് ഷാഫ്റ്റ് ആണ്. ക്രാങ്ക് ഷാഫ്റ്റ് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഈ ഭാഗത്ത് നിന്ന് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇതൊരു ആംഗുലാർ മൂവ്മെന്റ് ഉണ്ടായിരിക്കും ഇതിന്. ഈ ആംഗുലാർ മൂവ്മെന്റ് ഉണ്ടാകുന്ന സമയത്തുള്ള സൈഡ് ത്രസ്റ്റിനൊക്കെ എടുക്കുന്നതും കാര്യങ്ങളൊക്കെ ആരായിരിക്കും, ഈ ഒരു പിസ്റ്റന്റെ സ്കേർട്ട് ആയിരിക്കും. ഇറ്റ് കണ്ടെയ്ൻസ് പിസ്റ്റൺ പിൻ ഓർ ഗഡ്ജൻ പിൻ. പിസ്റ്റൺ പിൻ അല്ലെങ്കിൽ ഗഡ്ജൻ പിന്ന്, റിസ്റ്റ് പിന്ന്, ഇതിന്റെ പിസ്റ്റൺ ബോസസ് കാര്യങ്ങൾ അല്ലെ, ഇതിന്റെ പിസ്റ്റൺ പിൻ ബോസും കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന എവിടെ ആയിരിക്കും, പിസ്റ്റൺ പിന്നി ബോസിലാണ് കൊടുക്കുക. സോ പിസ്റ്റൺ പിന്ന് ഫിക്സ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഗൈഡ്സ് അല്ലെങ്കിൽ അതിന് ആവശ്യമായിട്ടുള്ള ബോസസ് കൊടുക്കുന്നത് എവിടെയായിരിക്കും, ഈ സ്കേർട്ടിലായിരിക്കും. ദെൻ ഡിസൈൻ ടു റെസിസ്റ്റ് ടിൽറ്റിംഗ് ആൻഡ് മെയിൻറ്റെയിൻ ഓയിൽ ഫിലിം ലൂബ്രിക്കേഷൻ. അത് പിസ്റ്റന് ടിൽറ്റ് ആവുന്ന തടയുന്നതിന് വേണ്ടിയിട്ട് അല്ലെ, അത് റെസിസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എല്ലാ രീതിയിലായിരിക്കും അത് നിർമ്മിച്ചിട്ടുണ്ടായിരിക്കും. ആൻഡ് ആൾസോ മെയിൻറ്റെയിൻ ഓയിൽ ഫിലിം ലൂബ്രിക്കേഷൻ. ഈ ഒരു ഭാഗത്ത് ചെറിയൊരു ഓയിൽ ഫിലിം പോലെ ചെറിയൊരു ലൂബ്രിക്കേഷൻ അവിടെ നമുക്ക് ആവശ്യമാണ്. സിലിണ്ടർ വാളും ഈ പിസ്റ്റൺ സ്കേർട്ടും തമ്മിൽ തട്ടുന്ന സ്ഥലത്ത് നമുക്ക് എന്തുണ്ടാവും, അവിടെ ഒരു ലൂബ്രിക്കേഷൻ കാര്യങ്ങൾ ഉണ്ടായിരിക്കും. ഒരു ചെറിയായിട്ട് ഒരു ഫിലിം പോലെ ഉള്ള ലൂബ്രിക്കേഷൻ ഉണ്ടായിരിക്കും. ആ ലൂബ്രിക്കേഷൻ ഓയിലിനെ അടിച്ചെടുക്കാനും കാര്യങ്ങൾക്കൊക്കെ കൂടെ ഓയിൽ റിങ്സ് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് നെക്സ്റ്റ് പറയാൻ പോകുന്നു കേട്ടോ. നെക്സ്റ്റ് അതോടൊപ്പം തന്നെ ഒരു പോയിന്റ് കൂടി കൂട്ടിച്ചേർക്കാം അല്ലെ. കംപ്രഷൻ ഹൈറ്റ് ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പിസ്റ്റൺ പിൻ ആക്സിസ് ആൻഡ് ക്രൗൺ അല്ലെ. കംപ്രഷൻ ഹൈറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പിസ്റ്റൺ പിൻ ആക്സിസ് ആൻഡ് ക്രൗൺ. ഇറ്റ് ഡയറക്ട്ലി എഫക്ട്സ് ദ കംപ്രഷൻ റേഷ്യോ ഓഫ് ദി എഞ്ചിൻ. എഞ്ചിന്റെ കംപ്രഷൻ റേഷ്യോ. ഇത് പിസ്റ്റൺ പിന്നിന്റെ ആക്സിസ് എന്ന് പറഞ്ഞാൽ എന്താ, പിസ്റ്റൺ പിന്നിന്റെ ആക്സിസിലാണ് നമ്മുടെ കണക്ടിംഗ് റോഡ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കുക ആണല്ലോ. ഈ കണക്ടിംഗ് റോഡ് അല്ലേ മുകളിലൂടെ എത്രത്തോളം പോകണം എത്രത്തോളം പോകണ്ട എന്നുള്ളത് തീരുമാനിക്കുന്നത്. അതേപോലെ ഈ പിസ്റ്റന്റെ ഏറ്റവും ടോപ്പ് ഭാഗം എന്ന് പറഞ്ഞാൽ എന്താ, ക്രൗൺ അല്ലേ. അപ്പൊ ഈ ക്രൗണും ഈ ഒരു പോയിന്റ് തമ്മിലുള്ള ഡിസ്റ്റൻസ് അല്ലെ, ഇതാണ് കംപ്രഷൻ ഹൈറ്റ് എന്ന് പറയുന്നത്. സോ ഈ കംപ്രഷൻ ഹൈറ്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത് കൂടും കുറയുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും, ഇവിടെ അല്ല കംപ്രഷൻ റേഷ്യോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൂടാനും കുറക്കാനും കൂടും കുറയുകയും സാധിക്കുന്നുണ്ട്. കാരണം എത്രത്തോളം തോന്നുന്നു. അതേപോലെ തന്നെ ഇവിടേക്കുള്ള ക്രാങ്ക് ത്രോ എന്താണെന്നില്ല നമ്മൾ ക്രാങ്ക് ഷാഫ്റ്റ് പഠിക്കും. അവിടെ ആ കാര്യങ്ങൾക്കും ഇത് ഡിപ്പെൻഡ് ആവുന്നുണ്ട് കേട്ടോ. ഈ ഒരു ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഡിപ്പെൻഡ് ആവുന്നുണ്ട്. നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് മെറ്റീരിയൽ യൂസ്ഡ് ഫോർ പിസ്റ്റൺസ്. പിസ്റ്റണിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ് അല്ലെ, ഏതൊക്കെ മെറ്റീരിയൽസ് കൊണ്ടാണ് പിസ്റ്റൺ നിർമ്മിക്കുന്നത് എന്നുള്ള കാര്യങ്ങളാണ് നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത്. Cast iron was used earlier due to good wear resistance but abandoned because high weight and inertia forces. ആദ്യ കാലങ്ങളിലൊക്കെ നമ്മൾ പിസ്റ്റണ് നിർമ്മിക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന കാസ്റ്റ് അയൺസ് ആയിരുന്നു. പക്ഷെ ഇന്ന് കാലങ്ങളിൽ ഉപയോഗിക്കുന്നില്ല. അതിന്റെ കാരണങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന് അതിന്റെ ഹൈ വെയിറ്റ് കാരണമാണ്, രണ്ടാമത്തത് ആ ഹൈ വെയിറ്റ് കാരണം ഉണ്ടാവുന്ന ഇനേർഷ്യ ഫോഴ്സസ്. നമുക്കറിയാം ഒരു പിസ്റ്റന്റെ ഒരു എഞ്ചിന്റെ വർക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ കണ്ടിന്യൂസ്ലി മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലെ, അപ്പ് ആൻഡ് ഡൗൺ മൂവ്മെന്റ്, അല്ലെങ്കിൽ ടി ഡി സി നിന്ന് ബി ഡി സിയിലേക്കും ബി ഡി സി നിന്ന് ടി ഡി സിയിലേക്കും റെസിപ്രോക്കേറ്റീവ് മൂവ്മെന്റ് ചെയ്യുന്ന ഒരു പാർട്ടാണ് പിസ്റ്റൺ എന്ന് പറയുന്നത്. സോ അവിടെ ഹൈ വെയിറ്റിലുള്ള ഒരു പിസ്റ്റൺ ഉണ്ടാവുന്നിടത്തോളം അവിടെ ഇനേർഷ്യ ഫോഴ്സസ് കൂടാനുള്ള സാധ്യത ഉണ്ട്. ആദ്യകാലങ്ങളിൽ കാസ്റ്റ് അയൺ ആണ് ഉപയോഗിച്ചിരുന്നത്. ഇപ്പോൾ
അലുമിനിയം അലോയ്സ് ആർ റീപ്ലേസർ കാസ്റ്റ് അയൺ. അലുമിനിയം അലോയ്സ് ആണ് ഇപ്പോൾ പിസ്റ്റനായിട്ട് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. സോ ഒരു പിസ്റ്റൺ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന മെറ്റീരിയൽ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയേണ്ടത് അലുമിനിയം അലോയ്സ് ആണ് ഇപ്പോൾ റീസെൻ്റ്ലി. പക്ഷെ ചില ക്വസ്റ്റ്യനിൽ വരുന്ന സമയത്ത് കാസ്റ്റ് അയൺ ആൻഡ് അലുമിനിയം അലോയ് എന്ന ഓപ്ഷൻസിൽ വരാറുണ്ട്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കാസ്റ്റ് അയണും അലുമിനിയം അലോയും കൂടി ആഡ് ചെയ്ത് രണ്ടും കൂടി വെക്കാം. കാരണം ആദ്യ കാലങ്ങളിൽ കാസ്റ്റ് അയൺ ഉപയോഗിച്ചിരുന്നു. ഇപ്പോഴും നമുക്ക് പ്രൈസ് കുറഞ്ഞിട്ടുള്ള വലിയ പെർഫോമൻസ് വേണ്ടാത്ത എഞ്ചിൻസിലൊക്കെ കാസ്റ്റ് അയൺസ് ഇടയ്ക്ക് ഉപയോഗിക്കുന്നുണ്ട്. സോ അലുമിനിയം അലോയാണ് മോസ്റ്റ്ലി യൂസ് ചെയ്യുന്ന സാധനം എന്ന് പറയുന്നത്. അത് യൂസ് ചെയ്യാനുള്ള കാരണം എന്ന് പറയുന്നത് ഒന്ന് അതിൻ്റെ ലോവർ വെയിറ്റ് ആണ് ആൻഡ് ആൾസോ ഹയർ തെർമൽ കണ്ടക്ടിവിറ്റി. ലോവർ വെയിറ്റ് എന്ന് പറഞ്ഞാൽ 1/3 ഓഫ് ദി കാസ്റ്റ് അയണിൻ്റെ ഒരു 1/3 മാത്രമേ എന്ത് വരുന്നുള്ളൂ, അതിൻ്റെ വെയിറ്റ് വരുന്നുള്ളൂ. അപ്പോൾ അലുമിനിയം അലോയ്സ് ആണ് ഉപയോഗിക്കുന്നത് ഡ്യൂ ടു ഇറ്റ്സ് ലോവർ വെയിറ്റ് ആൻഡ് ഹയർ തെർമൽ കണ്ടക്ടിവിറ്റി. ദെൻ അഡ്വാൻറ്റേജസ് ഓഫ് അലുമിനിയം. നമ്മൾ അലുമിനിയം അലോയ്സ് ഉപയോഗിക്കുന്നുണ്ടെങ്കിലും അലുമിനിയത്തിൻ്റെ ഡിസ്അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് പറയുന്നത്. ഒന്നാമത്തെ ലോവർ സ്ട്രെങ്ത് ആണ്, റിക്വയർസ് തിക്കർ സെക്ഷൻസ്. സ്ട്രെങ്ത് കുറവായതുകൊണ്ട് നമ്മൾ ഉണ്ടാക്കുന്ന പിസ്റ്റൺ ആണെന്നുണ്ടെങ്കിലും തിക്കായിട്ടുള്ള സെക്ഷൻസ്, നമുക്ക് തിക്കായിട്ടുള്ള ഇത് കൊടുക്കേണ്ടി വരും. രണ്ടാമത്തെ സോഫ്റ്റ്വെയർ മെറ്റീരിയൽ കോസസ് embedding of particles, cylinder wear, higher thermal expansion leading to piston slap and piston seizure. ഇപ്പോൾ തെർമൽ എക്സ്പാൻഷന് ഹയർ ആയി കഴിഞ്ഞാൽ, ഹയർ തെർമൽ കണ്ടക്ടിവിറ്റി ഉണ്ടെന്ന് പറഞ്ഞാൽ അപ്പോൾ തെർമൽ എക്സ്പാൻഷൻ കൂടുതലായി കഴിഞ്ഞാൽ പിസ്റ്റൺ സ്ലാപ്പ് സംഭവിക്കാനോ അല്ലെങ്കിൽ പിസ്റ്റൺ സീസ് ചെയ്തുകൊണ്ട് അതിനുള്ളിൽ നിൽക്കാനോ ഉള്ള സാധ്യത ഒക്കെ ഉണ്ട്. അതേപോലെ തന്നെ സോഫ്റ്റ്വെയർ മെറ്റീരിയൽ കോസസ് സിലിണ്ടർ വിയറിന് എംബഡിങ് പാർട്ടിക്കിൾസ്, ആ പാർട്ടിക്കിൾസ് അതിനുള്ളിൽ വെച്ചിട്ട് സ്ക്രാച്ച് ആയിട്ട്, അതായത് നമ്മുടെ സിലിണ്ടർ വാളിനെ സ്ക്രാച്ച് ചെയ്തിട്ട് സിലിണ്ടർ വിയറിനൊക്കെ കാരണം ആകാനുള്ള സാധ്യതയും കൂടി ഉണ്ട്. അതാണ് അതിൻ്റെ ഒരു കാരണമാകുന്നുണ്ട്. അതാണ് അതിൻ്റെ ഒരു ഡിസ്അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് പറയാനുള്ളത്. ദെൻ ഇപ്പോൾ നമുക്ക് ഉപയോഗിക്കുന്ന മറ്റൊരിതാണ് അലുമിനിയം സിലിക്കൺ അലോയ്സ് ആണ് നോർമലി ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അലുമിനിയം സിലിക്കൺ അലോയ്സ് ആർ വൈഡ്ലി യൂസ്ഡ് ഇൻ അലുമിനിയം സിലിക്കൺ അലോയ്സ് ആണ്. അപ്പോൾ എന്തൊക്കെയാണ് അതിൻ്റെ ഒരു പ്രത്യേകത? അപ്പം നമുക്കറിയാം ഇതിൽ അലുമിനിയമിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്, സിലിക്കൺ ആഡ് ചെയ്യുന്നുണ്ട് അല്ലേ, അലുമിനിയത്തിലൂടെ സിലിക്കൺ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സിലിക്കൺ ആഡ് ചെയ്യുന്നത് കൊണ്ട് കുറച്ച് ബെനിഫിറ്റ്സ് ഉണ്ടാവും, അതുകൊണ്ടായിരിക്കുമല്ലോ സിലിക്കൺ ആഡ് ചെയ്യുന്നത്. സോ ആഡിങ് സിലിക്കൺ റെഡ്യൂസസ് തെർമൽ എക്സ്പാൻഷൻ ആൻഡ് പിസ്റ്റൺ സ്ലാപ്പ്. ഇപ്പം നേരത്തെ പറഞ്ഞിട്ടുള്ള ഈ പിസ്റ്റൺ സ്ലാപ്പ് അല്ലെങ്കിൽ പിസ്റ്റൺ സീസ് ആകാനുള്ള കാരണം വരുന്ന ഈ തെർമൽ എക്സ്പാൻഷൻ അല്ലേ, അത് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ സിലിക്കണ് സാധിക്കും. Then eutectic alloy 12% of silicon and hyper eutectic alloy 22% of silicons are common. ഇതാണ് നോർമലി ഉപയോഗിക്കുന്നത്. Then higher silicon increases hardness and wear resistance but reduce toughness. നമ്മൾ സിലിക്കൻ്റെ കണ്ടന്റ് ഹയർ ആയി കഴിഞ്ഞാൽ, ഹയർ സിലിക്കൺ കണ്ടൻസ് ആണെങ്കിൽ അത് എന്ത് ചെയ്യുന്നുണ്ട്, ഹാർഡ്നെസ്സും ഇൻക്രീസ് ആവുന്നുണ്ട്, വിയർ റെസിസ്റ്റൻസും ഇൻക്രീസ് ആവുന്നുണ്ട്. നമുക്ക് കൂടുതൽ തേയ്മാനം സംഭവിക്കില്ല. അതേപോലെ തന്നെ പിസ്റ്റന് എന്ത് ചെയ്യും, ഒന്നുകൂടി ഹാർഡായി മാറും. ബട്ട് ഇറ്റ് ആൾസോ റെഡ്യൂസസ് ദ ടഫ്നെസ് എന്താവുന്നു, അത് റെഡ്യൂസ് ആവുകയും ചെയ്യുന്നു. ദെൻ എക്സസ് സിലിക്കൺ മേക്സ് പിസ്റ്റൺ ബ്രിട്ടിൽ ആൻഡ് പ്രോൺ ടു ക്രാക്കിംഗ് ഡ്യൂറിങ് ഡിറ്റോണേഷൻ. അത് സിലിക്കന്റെ കണ്ടന്റും ഓവർ ആയി കഴിഞ്ഞാൽ പിസ്റ്റന് എന്ത് ചെയ്യുന്നു, ഒരു ബ്രിട്ടിൽ മെറ്റീരിയൽ പോലെ ആവുന്നു. അപ്പോൾ പിസ്റ്റൺ എന്ത് ചെയ്യുന്നു, ഹൈ ആയിട്ടുള്ള ടെമ്പറേച്ചർ വരുന്ന ഡിറ്റോണേഷനും കാര്യങ്ങളൊക്കെ സംഭവിക്കുന്ന സമയത്തും അല്ലെ, പെട്ടെന്നുള്ള ഫോഴ്സ് ഒക്കെ വന്നു കഴിഞ്ഞാൽ അവിടെ എന്ത് സംഭവിക്കുന്നു, ഇത് പൊട്ടിപ്പോകാൻ അല്ലെങ്കിൽ ക്രാക്ക് ആകാനുള്ള സാധ്യതയൊക്കെ, പിസ്റ്റന് ക്രാക്ക് ആകാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. Hypo eutectic alloys, low silicon, example 2618 alloy, tolerate detonation and impact but have lower hardness. അപ്പോൾ ഹൈപ്പോ യൂട്ടറ്റിക് അലോയ്സ് ഉപയോഗിക്കുന്നുണ്ട്. അത് എന്തിനാ, ഡിറ്റോണേഷനെ ടോളറേറ്റ് ചെയ്യാൻ കഴിയും. സോ അതിൻ്റെയോടൊപ്പം തന്നെ വേറൊരു പ്രശ്നം കൂടി ഇല്ല, എന്താ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഹാർഡ്നെസ് വളരെ കുറവായിരിക്കും. അപ്പോൾ ഹാർഡ്നെസ് അവിടെ കുറക്കുകയും ചെയ്യുന്നു. ഇത് അധികം നമ്മൾ അലോയ് ടൈപ്പുള്ള പിസ്റ്റൻസും കാര്യങ്ങളാണ് നോർമലി ഉപയോഗിക്കുന്നത്. ജസ്റ്റ് മെറ്റീരിയൽസ് പറയാൻ വേണ്ടിയിട്ടാണ്. കാസ്റ്റൻ പിസ്റ്റൻസ് ആയിരുന്നു ആദ്യം ഉപയോഗിച്ചിരുന്നത്. സോ പിന്നീട് എന്ത് ചെയ്തു, അലുമിനിയം അലോയ്സ് ആയി. ഇപ്പോൾ അലുമിനിയം സിലിക്കൺ അലോയ്സ് ആയിട്ടുള്ള പിസ്റ്റൻസും യൂസ് ചെയ്യുന്നുണ്ട്.